നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ ലോകത്തിന് പുതുമയല്ല. എന്നാൽ ചില സമയങ്ങളിൽ ചില സംഭവങ്ങൾ ചരിത്രത്തിന്റെ ദിശ തന്നെ മാറ്റുന്ന ഘട്ടങ്ങളായി മാറാറുണ്ട്. ഇപ്പോൾ അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ എന്നിവയെ ചുറ്റിപ്പറ്റി എഴുതപ്പെടുന്ന പുതിയ സൈനിക സംഘർഷം അത്തരമൊരു നിർണായക വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നതെന്ന ആശങ്ക ശക്തമാവുകയാണ്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന സൈനിക നീക്കങ്ങൾ ഇപ്പോൾ കൂടുതൽ കടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിനെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണം ഈ സംഘർഷം സാധാരണ സൈനിക ഏറ്റുമുട്ടലിൽ നിന്ന് വലിയ ജിയോ പൊളിറ്റിക്കൽ ഏറ്റുമുട്ടലിലേക്ക് മാറുന്നുവെന്ന സൂചന നൽകുകയാണ്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിനെ ലക്ഷ്യമിട്ട ആക്രമണം ഒരു സൈനിക നടപടി എന്നതിലുപരി സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കാനുള്ള ശ്രമം കൂടിയാണ്. മധ്യപൂർവേഷ്യയിലെ യുദ്ധങ്ങളെ മനസ്സിലാക്കാൻ എണ്ണ രാഷ്ട്രീയത്തെ അവഗണിക്കാൻ കഴിയില്ല. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം ഖാർഗ് ദ്വീപിലൂടെ തന്നെയാണ് നടക്കുന്നത്. അതിനാൽ ഈ കേന്ദ്രത്തെ ലക്ഷ്യമിടുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള നേരിട്ടുള്ള പ്രഹരമാണ്. ഇവിടെ മറ്റൊരു നിർണായക ഘടകമാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിലെ വലിയൊരു വിഹിതം എണ്ണയും ഈ കടലിടുക്കിലൂടെ കടന്നുപോകും. ഈ മാർഗം തടസ്സപ്പെടുകയാണെങ്കിൽ അതൊരു പ്രാദേശിക യുദ്ധത്തിന്റെ പ്രശ്നമല്ല, ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന അതിഗുരുതര പ്രതിസന്ധിയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഇറാനോട് മുന്നറിയിപ്പ് നൽകിയത്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിക്കാമെന്ന്. ഇത് യുദ്ധത്തിന്റെ പരിധി എത്ര വരെ നീളാമെന്ന സൂചന കൂടിയാണ്. അതിനിടയിലാണ് പശ്ചിമേഷ്യയിലേക്ക് US കൂടുതൽ സൈനികരെ അയച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജപ്പാനിലെ ഒഗിനാവയിലുള്ള താവളത്തിൽ നിന്ന് 2500 മറീനുകൾ പുറപ്പെട്ടു. USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലിലാണ് യാത്ര. പ്രതിസന്ധി ഉണ്ടായാൽ ഉടനടി പ്രതികരിക്കാനോ ഇറാന്റെ ഏതെങ്കിലും പ്രദേശം പിടിച്ചെടുക്കാനോ ഈ സൈനികരെ വിന്യസിച്ചേക്കാം. മറീനുകൾ കരയിലും കടലിലും പോരാടാൻ വൈദഗ്ധ്യമുള്ളവരാണെങ്കിലും ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ വിന്യസിക്കപ്പെടുന്ന ആദ്യത്തെ കരസേനാ വിഭാഗം എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. സൈനിക ശേഷി അമേരിക്ക വർദ്ധിപ്പിച്ചതോടെ യുദ്ധം നീണ്ടേക്കാമെന്നാണ് സൈനിക വിദഗ്ധരുടെ നിരീക്ഷണം. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് US നീക്കം. ഖാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രത്തെയാണ് ലക്ഷ്യമിട്ടതെന്നും എന്നാൽ അടുത്തതായി എണ്ണ ഉൽപാദക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുമുണ്ട്. ഇറാനിയൻ എണ്ണ കയറ്റുമതി മേഖലയുടെ ഹൃദയമാണ് ഈ ചെറു പവിഴപ്പുറ്റുദ്വീപ്. പേർഷ്യൻ ഗൾഫ് കടലിൽ നിന്ന് ഇറാൻ തീരത്ത് നിന്ന് 25 കിലോമീറ്ററിലധികം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത്. 8 കിലോമീറ്റർ നീളവും 5 കിലോമീറ്ററോളം വീതിയും മാത്രമാണ് ഈ ദ്വീപിനുള്ളത്. ഇറാനിലെ എണ്ണ ഉൽപാദന നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയുമായി ബന്ധമുള്ള എണ്ണ ഉൽപാദന നിലയങ്ങളെയും ആക്രമിക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് പ്രതികരിച്ചു. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായാൽ പശ്ചിമേഷ്യയിൽ US-ന് ഓഹരി പങ്കാളിത്തമുള്ളതോ US-മായി സഹകരിക്കുന്നതോ ആയ എണ്ണ കമ്പനികളുടെ എല്ലാ സന്നാഹങ്ങളും തകർത്ത് ചാരമാക്കുമെന്നാണ് വക്താവിന്റെ വെല്ലുവിളി. നേരത്തെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് $10 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. മുജ്തബ ഖമേനിക്ക് പുറമെ ഇറാൻ ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാരിലെ പ്രധാന നേതാക്കളുടെ പേരുകളും പട്ടികയിലുണ്ട്. US ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിക്ക് പരിക്കേറ്റുവെന്ന് നേരത്തെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞിരുന്നു. അതേസമയം 40,000 മെട്രിക് ടണ്ണിലധികം LPGയുമായി ഇന്ത്യൻ കപ്പൽ ശിവാലിക് ഹോർമൂസ് കടലിലേക്ക് കടന്നതായും റിപ്പോർട്ടുകളുണ്ട്. തന്ത്രപ്രധാനമായ ഈ സമുദ്രമേഖലയിലൂടെ ഇന്ത്യൻ നാവികസേനയുടെ സുരക്ഷാ അകമ്പടിയോടെയാണ് കപ്പൽ യാത്ര ചെയ്തത്. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ LPGയുമായി മറ്റൊരു കപ്പൽ പുറപ്പെടുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഒരു വേഗത്തിലുള്ള സൈനിക വിജയത്തിനായി മാത്രമല്ല എന്നാണ് പല നിരീക്ഷകരും വിലയിരുത്തുന്നത്. മറിച്ച് മധ്യപൂർവേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള ശ്രമമാണിതെന്നാണ് അവരുടെ വാദം. ഇറാന്റെ സ്വാധീനം കുറയ്ക്കുക, ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുക, ഗൾഫ് മേഖലയിലെ സഖ്യങ്ങളെ ശക്തിപ്പെടുത്തുക, ഇവയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അമേരിക്ക മധ്യപൂർവേഷ്യയിൽ കൂടുതൽ സൈനിക ശക്തി വിന്യസിക്കുന്നത് എന്നതാണ് വിലയിരുത്തൽ. ഇത് യുദ്ധം വേഗത്തിൽ അവസാനിക്കില്ല എന്ന സൂചനയായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: മധ്യപൂർവേഷ്യ വീണ്ടും ലോകരാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിലേക്ക് മാറുകയാണ്. അമേരിക്കയുടെ പുതിയ സൈനിക നീക്കങ്ങൾ ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ അതിന്റെ പ്രതികരണം എത്ര കടുത്തതായിരിക്കും എന്നതാണ് യഥാർത്ഥ ചോദ്യം. അതിനാൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങളാണ് ഈ സംഘർഷം ഒരു നിയന്ത്രിത ഏറ്റുമുട്ടലായി തുടരുമോ അതോ വലിയ പ്രാദേശിക യുദ്ധമായി മാറുമോ എന്നത് നിർണ്ണയിക്കുക.